നമസ്കാരം. ഇസ്രായേലിനെതിരെയുള്ള ഹമാസിന്റെ അപ്രതീക്ഷിത ആക്രമണം അതായിരുന്നു പശ്ചിമേഷ്യയിൽ ഒരു യുദ്ധ പരമ്പരയ്ക്ക് തന്നെ തുടക്കം കുറിച്ചത്. എന്തായാലും പശ്ചിമേഷ്യൻ മേഖലയിൽ പുതിയ ആശങ്കകൾക്ക് വഴിവെച്ചിരിക്കുകയാണ് ഇറാന്റെ മിസൈൽ ആക്രമണം. ഇറാഖ്, സിറിയ രാജ്യങ്ങളുടെ മേഖലകളിലേക്ക് ഇറാൻ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ 4 സാധാരണക്കാർ കൊല്ലപ്പെടുകയും 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാഖിന്റെ അർദ്ധ സ്വയംഭരണ പ്രദേശമായ കുർദിസ്ഥാൻ മേഖലയിലെ ഇസ്രായേലിന്റെ ചാര ആസ്ഥാനം അഥവാ മൊസാദിന്റെ കേന്ദ്രം ആക്രമിച്ചു എന്നാണ് നിലവിൽ ഇറാൻ അവകാശപ്പെടുന്നത്. ചാര ആസ്ഥാനങ്ങൾ ഇറാൻ വിരുദ്ധ സഖ്യങ്ങളുടെ കേന്ദ്രമാണ് എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ഒരു ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. സിറിയയിലെ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ കേന്ദ്രങ്ങൾ ആക്രമിച്ചുവെന്ന് പ്രസ്താവന ഇറക്കിയതിന് തൊട്ട് പിന്നാലെയാണ് ഇറാഖിലെ ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിന്റെ ആസ്ഥാനവും തങ്ങൾ ആക്രമിച്ചതായി ഇറാൻ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇറാഖിന്റെ വടക്കൻ കുർദിസ്ഥാൻ മേഖലയിൽ ഇറാൻ ഇതിനു മുൻപും ആക്രമണങ്ങൾ നടത്തിയ ചരിത്രമുണ്ട്. ഈ പ്രദേശം ഇറാനിയൻ വിഘടനവാദ ഗ്രൂപ്പുകളുടെയും ഇസ്രായേലി ഏജന്റുമാരുടെയും വേദിയായി ഉപയോഗിക്കുന്നു എന്ന ഒരു ആരോപണം പറഞ്ഞുകൊണ്ടായിരുന്നു ഇറാന്റെ ഭാഗത്തു നിന്നും ആക്രമണങ്ങൾ ഉണ്ടായത്. നിലവിൽ എന്തായാലും ഇറാൻ, സിറിയ, ഇറാഖ്, യമൻ എന്നിവിടങ്ങളിൽ നിന്നും ഇറാന്റെ സഖ്യകക്ഷികളും സംഘർഷത്തിന്റെ ഭാഗമായതോടുകൂടി ആക്രമണം വ്യാപിക്കുമെന്ന വലിയ ആശങ്കയിലാണ് പശ്ചിമേഷ്യൻ മേഖല. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.